പെരുമ്പാവൂരിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്ക് ഓഫീസ് നഷ്ടമായി. ചെയർപേഴ്സണാവാൻ യോഗ്യത കൽപ്പിച്ചിരുന്നവരിൽ ഒരാളുടേതാണ് പെരുമ്പാവൂർ നഗരസഭയുടെ 20-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ എംഎൽഎ ഓഫീസ് കെട്ടിടം. എന്നാൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ കെട്ടിട ഉടമ കൂടിയായ UDF കൗൺസിലറുടെ ഭർത്താവ് കെട്ടിടം ഒഴിയാൻ എംഎൽഎയോട് ആവശ്യപ്പെട്ടു. പഴയ കെട്ടിടത്തിൽ നിന്ന് ഇവിടേക്ക് ഓഫീസ് മാറ്റിയിട്ട് 1 മാസം തികയുന്നതേയുള്ളൂ. പെരുമ്പാവൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് 3 കൗൺസിലർമാരുടെ പേരുകളാണ് ആദ്യം ഉയർന്നു വന്നത്. തീരുമാനമാകാതെ വന്നതോടെ അവസാനം DCC ഓഫീസ് ഇടപെട്ട് വോട്ടെടുപ്പിലൂടെയാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ആൾ ചെയർപേഴ്സൺ ആവുകയായിരുന്നു. കുറഞ്ഞ വോട്ടുകൾ ലഭിച്ച കൗൺസിലറുടേതാണ് എംഎൽഎയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം. ഇവിടത്തെ ബോർഡുകളും വൈദ്യുതിയും വിച്ഛേദിച്ച നിലയിലാണ്. കെട്ടിട ഉടമ ഫ്യൂസ് ഊരിക്കൊണ്ടുപോയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഓഫീസ് മാറാൻ ആവശ്യപ്പെട്ടത് എങ്കിലും മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറാൻ തന്നെയാണ് ഉദ്ദേശമെന്ന് ഓഫീസ് അധികൃതർ പറഞ്ഞു. എന്നാൽ വിവാദ കൗൺസിലർക്ക് 2ാം ടേമിൽ ചെയർപേഴ്സൺ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടും ഇവർ വിസമ്മതിച്ചതായി ചില കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്.